ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെറ്റ് തിയറിയിലെ ക്ലോഷേഴ്സ് ഓഫ് റിലേഷൻസ് എന്നതാണ്. നമുക്കൊരു റിലേഷൻ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാകും. എന്നിട്ട് അവർ ഏത് പ്രോപ്പർട്ടിയാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സിനെ ആഡ് ചെയ്യുന്നതിനെയാണ് ക്ലോഷേഴ്സ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോബ്ലത്തിൽ അവർ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ടാകും. എന്നിട്ട് ആ റിലേഷനെ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടിയിലോട്ട് മാറ്റാൻ പറയും. ഈ പ്രോപ്പർട്ടി ഒന്നെങ്കിൽ റിഫ്ലെക്സിവിറ്റി ആകാം, അല്ലെങ്കിൽ സിമെട്രി ആകാം, അല്ലെങ്കിൽ ട്രാൻസിറ്റിവിറ്റി ആകാം. ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിലോട്ട് മാറ്റാൻ പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സിനെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ആ റിലേഷനെ മാറ്റി എഴുതുന്നതിനെയാണ് ക്ലോഷേഴ്സ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. മൂന്ന് തരത്തിലുള്ള ക്ലോഷേഴ്സ് ഓഫ് റിലേഷൻസ് ആണ് ഉള്ളത്: റിഫ്ലെക്സീവ് ക്ലോഷർ, സിമെട്രിക് ക്ലോഷർ, ട്രാൻസിറ്റീവ് ക്ലോഷർ. ഈ പേര് പറയുന്നത് പോലെ തന്നെ റിഫ്ലെക്സീവ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻ തന്നിട്ടുണ്ടാകും. ആ റിലേഷനെ റിഫ്ലെക്സീവ് ആയിരിക്കുകയില്ല. അതിനെ റിഫ്ലെക്സീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനകത്ത് കുറച്ച് ഓർഡേർഡ് പെയറിനെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തിട്ട് അതിനെ റിഫ്ലെക്സീവ് ആക്കുന്നതിനെയാണ് റിഫ്ലെക്സീവ് ക്ലോഷർ എന്ന് പറയുന്നത്. സിമെട്രിക് ക്ലോഷർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് റിലേഷൻ ആയിരിക്കുകയില്ല. അതിനെ സിമെട്രിക് റിലേഷൻ ആക്കാൻ വേണ്ടി നമ്മൾ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസിനെ ആഡ് ചെയ്യുന്നു. ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന റിലേഷനെ ട്രാൻസിറ്റീവ് റിലേഷൻ ആക്കാൻ വേണ്ടി മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോന്നും എന്താണെന്ന് എക്സാമ്പിൾ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് റിഫ്ലെക്സീവ് ക്ലോഷർ. റിഫ്ലെക്സീവ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻ എന്താണെന്ന് പറയാം. എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് റിഫ്ലെക്സീവ് ഇഫ് എവരി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. മീനിങ് ഫോർ എവരി എലമെന്റ് എ ബിലോങ്സ് ടു എ, ദ പെയർ എ എ മസ്റ്റ് ബി ഇൻ ആർ. അതായത് എന്താണ്? എല്ലാ റിലേഷൻ റിഫ്ലെക്സീവ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? സെൽഫ് ലൂപ്പ് ആയിട്ടുള്ള പെയർസ് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് എ എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ അതിനകത്ത് ഉണ്ടായിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 അങ്ങനെ 3 എലമെന്റ്സ് ആണുള്ളത്. നമുക്ക് റിലേഷൻ ആർ തന്നിട്ടുണ്ട്, 1 2 2 3 ഉണ്ട്. ഈ പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. ഇതിൽ റിഫ്ലെക്സീവ് റിലേഷൻ ആകണമെങ്കിൽ നമുക്ക് എന്ത് വരണം? ഈ വണ്ണിന്റെ സെൽഫ് ലൂപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് 1 1, 2വിന്റെ സെൽഫ് ലൂപ്പ് 2 2, 3യുടെ സെൽഫ് ലൂപ്പ് 3 3. ഇങ്ങനെ ഇത് കണ്ടെയ്ൻ ചെയ്താൽ മാത്രമേ ഇതെന്താവുള്ളൂ? ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആവുകയുള്ളൂ. അപ്പോൾ ഈ റിലേഷൻ ആറിനെ നമ്മൾ റിഫ്ലെക്സീവ് ക്ലോഷർ ആക്കി മാറ്റുകയാണ്. റിഫ്ലെക്സീവ് ക്ലോഷർ ഓഫ് ആറിന് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ആർ അതിന്റെ താഴെയായിട്ട് നമ്മൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആക്കി എഴുതണം. അതായത് റിഫ്ലെക്സീവിന്റെ ആറിനെയാണ് നമ്മൾ ഇവിടെ ഈ താഴെ ബോട്ടത്തിൽ എഴുതുന്നത്. അപ്പോൾ റിഫ്ലെക്സീവ് ക്ലോഷർ ഓഫ് ആർ എന്ന് പറയുന്നത് സെറ്റ് 1 2 2 3 അത് ആറിലുള്ള, അതായത് റിലേഷൻ ആറിനെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം? എടുത്തെഴുതണം. അതിനകത്തുള്ള ഓർഡേർഡ് പേഴ്സിനെ ആദ്യമേ തന്നെ എടുത്തെഴുതണം. എന്നിട്ട് റിഫ്ലെക്സീവ് ആക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യേണ്ട എലമെന്റ്സ് ഏതൊക്കെയാണോ അത് ആഡ് ചെയ്യുക. അതായത് 1 1 2 2 3 3 ഈ 3 ഓർഡേർഡ് പേഴ്സിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ റിലേഷൻ എന്താക്കി? നമുക്ക് റിഫ്ലെക്സീവ് ആക്കി മാറ്റി. അപ്പോൾ ഓൾറെഡി ഉള്ള റിലേഷനെ തന്നെ റിഫ്ലെക്സീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സെൽഫ് ലൂപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എടുത്തെഴുതുന്നതിനെയാണ് റിഫ്ലെക്സീവ് ക്ലോഷർ ഓഫ് ആർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലോഷർ ഓഫ് റിലേഷൻ ആണ് സിമെട്രിക് ക്ലോഷർ എന്ന് പറയുന്നത്. അതായത് പേര് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു റിലേഷൻ ആർ തന്നിട്ടുണ്ടാകും. ഇപ്പോൾ 1 2 2 3. ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരത്തെ സെറ്റ് തന്നെയാണ്. സെറ്റ് എയിൽ 1 2 3 3 എലമെന്റ്സ് ആണുള്ളത്. ഈ റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് റിലേഷൻ അല്ല. അപ്പോൾ ഈ റിലേഷനെ നമ്മൾ എന്താക്കണം? സിമെട്രിക് ആക്കണമെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്? എ ബി ആറിനകത്തുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള പെയർ ബി എയും ആറിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് 1 2 ഉണ്ടെങ്കിൽ എന്തായിരിക്കും? സിമെട്രിക് ക്ലോഷറിനകത്ത് നമുക്ക് എന്താ ഇതിനകത്ത് മിസ്സായിട്ടുള്ളത്? 2 1 ഉണ്ടായിരിക്കണം. 2 3 ഇതിനകത്ത് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിസ്സായിട്ടുള്ളത് എന്താണ്? ഇതിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ളത് 3 2. അപ്പോൾ ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സിമെട്രിക് ക്ലോഷർ എഴുതുകയാണ്. അതിനെ ആർ എസ് എന്നാണ്, സിമെട്രിക്കിന്റെ എസ് ആണ് ഇവിടെ ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആർ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് 1 2 2 1, അതായത് 1 2വിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള പെയറാണ് 2 1. പിന്നെ 2 3 അതിന്റെ ഇൻവേഴ്സ് പെയർ 3 2. അപ്പോൾ ഇതെന്തായി? ഒരു സിമെട്രിക് റിലേഷൻ ആയിട്ടുള്ള കിട്ടി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആറിന്റെ സിമെട്രിക് ക്ലോഷർ എന്നാണ് പറയുക.
അടുത്തതാണ് ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറയുന്നത്. ഒരു റിലേഷനകത്ത് എ ബി ഉണ്ട്, ബി സിയും ഉണ്ട്. എന്നാൽ അതിനകത്ത് എന്തായിരിക്കണം, എ സി മസ്റ്റായിട്ടും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവണം. ഇതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കി നോക്കൂ, 1 2 2 3 ഉണ്ട്. അതായത് എനെ നമ്മൾ 1, ബി 2, സി 3 ആയിട്ട് എടുക്കുക. അപ്പോൾ 1 2 2 3 ഉണ്ടെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ അതിന്റെ ട്രാൻസിറ്റീവ് ക്ലോഷർ എഴുതുമ്പോൾ എ സി എന്ന് പറയുമ്പോൾ 1 3 മസ്റ്റ് ആയിട്ട് എന്ത് ഉണ്ടാവണം, ആറിനകത്ത് വരണം. അതിനെയാണ് ട്രാൻസിറ്റീവ് ക്ലോഷർ ഓഫ് ആർ എന്ന് പറയുന്നത്. അതിനെ ആർത്തി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. 1 2 2 3 1 3. ഇതിനകത്ത് നമ്മൾ മിസ്സായിട്ടുള്ള 1 3നെ ആഡ് ചെയ്യുന്നു. അങ്ങനെ എടുത്തെഴുതുന്നതിനാണ് ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലെക്സീവ് ക്ലോഷർ, സിമെട്രിക് ക്ലോഷർ, ട്രാൻസിറ്റീവ് ക്ലോഷർ എന്താണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കുക. നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുക. ഇനി ക്ലോഷേഴ്സ് ഓഫ് റിലേഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ റിലേഷണൽ ഡാറ്റാബേസ് കാണുമ്പോൾ അതിൻ്റെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോഷർ ഓഫ് റിലേഷൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാഫ് തിയറിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോഷേഴ്സ് ഓഫ് റിലേഷൻസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്